ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നീറ്റിൻ്റെ കറക്ഷൻ ആപ്ലിക്കേഷൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് തെറ്റ് സംഭവിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് കറക്ഷനിലൂടെ അപേക്ഷ തിരുത്തി നൽകാൻ അവസരം ലഭിക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ NTA നീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിലെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ശേഷം വരുന്ന പേജിൽ കറക്ഷൻ ഇൻ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതാണ്. നിലവിൽ മാർച്ച് 18 മുതൽ മാർച്ച് 20 വരെ മാത്രമാണ് കറക്ഷൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് തിരുത്താൻ സാധിക്കുന്നത് അപേക്ഷകൻ്റെ മെയിൽ ID-യും ഫോൺ നമ്പറും ഒഴികെ മറ്റ് വിവരങ്ങളൊക്കെയാണ്. അതായത് ഡോക്യുമെൻസും മറ്റ് നൽകിയിരിക്കുന്ന വിവരങ്ങളും തിരുത്താൻ സാധിക്കുന്നതാണ്. സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓൾറെഡി ലഭിച്ചിട്ടുള്ള അപേക്ഷകൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന സെക്യൂരിറ്റി പിൻ അഥവാ ക്യാപ്ച കോഡും കൃത്യമായി നൽകി പ്രൊസീഡ് ചെയ്ത് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തി അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ കംപ്ലീറ്റ് യുവർ കറക്ഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച സമയത്ത് വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. കംപ്ലീറ്റ് യുവർ കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളും അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതല്ലാത്ത പക്ഷം അപേക്ഷ ഇൻകംപ്ലീറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യമായി വരുന്നത് അഡ്രസ്സിൻ്റെ പാർട്ടാണ്. അഡ്രസ്സിൽ എന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ തിരുത്തൽ വരുത്തിയതിനു ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് ഒന്ന് കൃത്യമായി നൽകുക. ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിലവിൽ തിരുത്തൽ ആവശ്യമില്ല എങ്കിൽ പേജിൻ്റെ താഴെയുള്ള ക്യാപ്ച കോഡും ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ ഫാദർ മദർ നെയിം, അപേക്ഷകൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫ് ഡീറ്റെയിൽസ്, കാറ്റഗറി തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു പേജിലാണ് വരുന്നത്. അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്തിയതിനു ശേഷം ക്യാപ്ച കോഡ് കൊടുത്ത് സേവ് ആൻഡ് ഫോർവേഡ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. തിരുത്തലുകൾ ആവശ്യമില്ല എങ്കിൽ പേജിൻ്റെ താഴെയുള്ള ക്യാപ്ച കോഡ് കൊടുക്കുക. ശേഷം സേവ് ആൻഡ് ഫോർവേഡ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഓരോ അപ്ഡേഷൻ്റെ പ്രോസസ്സ് കഴിയുന്ന സമയത്തും സൈറ്റിൽ ഓക്കെ എന്ന് ഉള്ള ഒരു മെസ്സേജ് വരുന്നതാണ്. ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. തിരുത്തലുകൾ ആവശ്യമില്ലാത്ത പേജിൽ ക്യാപ്ച കോഡ് കൊടുത്ത് ഐ അഗ്രി വഴി തന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നിലവിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡീറ്റെയിൽസ് സൈറ്റിൽ വരുന്നതാണ്. അതായത് അപ്ലിക്കൻറ്റിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. ഏത് കാര്യത്തിലാണോ അപ്ഡേഷൻ വേണ്ടത് ആ ഒരു വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. കൃത്യമായി ക്യാപ്ച കോഡ് കൊടുത്ത് ഐ അഗ്രി ഓപ്ഷൻ വഴി മാത്രമാണ് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓൾറെഡി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിൽ ക്ലാരിറ്റിയിലോ അതല്ലെങ്കിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡോക്യുമെൻസും മാറ്റി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോയുടെ താഴെ കൃത്യമായിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ പേരും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റും കൃത്യമായിട്ട് വരേണ്ടതാണ്. അതുപോലെ സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും ക്ലിയർ ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ലെഫ്റ്റ് ഹാൻഡിൻ്റെയും റൈറ്റ് ഹാൻഡിൻ്റെയും ഇംപ്രഷൻസ് ആണ് കൃത്യമായിട്ട് എടുക്കേണ്ടത്. എല്ലാ ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ കൃത്യമായി വരുന്ന രീതിയിൽ തന്നെ തമ്പ് ഇംപ്രഷൻ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്യുമെൻറ്റുകൾ കൃത്യമായി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റ് മാറ്റേണ്ടതെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ അപേക്ഷകൻ്റെ വിവരങ്ങൾ അടങ്ങിയ പ്രിവ്യൂ പേജാണ് വരിക. നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതെങ്കിലും വിവരങ്ങളിൽ വീണ്ടും തിരുത്തൽ ആവശ്യമാണ് എങ്കിൽ പേജിൻ്റെ ഏറ്റവും താഴെ ബാക്ക് എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ബാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് പേജിലാണോ തിരുത്തൽ വരുത്തേണ്ടത് ആ ഒരു പേജിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകി ക്യാപ്ച അടിച്ച് ഐ അഗ്രി ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് വഴി വിവരങ്ങൾ ഒന്നുകൂടി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഭാഗത്ത് അപേക്ഷകൻ്റെ പേര്, മദർ നെയിം, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ ID,
ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ, അതുപോലെ ഫാദർ നെയിം, അഡ്രസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെൻഡർ ഡീറ്റെയിൽസും എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സൈറ്റിൽ തന്നെ ആധാർ വെരിഫിക്കേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൊടുത്തതിന് ശേഷം OTP റിക്വസ്റ്റ് സമർപ്പിക്കുക. ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP അടിച്ചതിന് ശേഷം ആധാർ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നൽകിയതിന് ശേഷം, അതായത് OTP കൃത്യമായിട്ട് സൈറ്റിലേക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജിൻ്റെ താഴെയായിട്ട് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.